ബിഗ് ബോസ് വീടിനകത്ത് അനീഷ് റോസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്ന് അനീഷിന് ഒരുപാട് ലാലേട്ടൻ കിട്ടി, ഒരുപാട് അനീഷിനെ ലാലേട്ടൻ ട്രോളി. അനീഷിനെയും നെവിനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ട്രോൾ ചെയ്ത്. ഇന്ന് ആരൊക്കെയാണ് പുറത്തു പോയത്? ഇന്നലെ ആരും സേഫ് സോണിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബിൻസി മാത്രമേ പുറത്തു പോയുള്ളൂ. അപ്പൊ ആരൊക്കെയാണ് പുറത്തു പോയതെന്നും നമുക്ക് വീഡിയോ കാണാം. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്രാവശ്യത്തെ ലാലേട്ടന്റെ കോസ്റ്റ്യൂം, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം എനിക്ക് എല്ലാ കോസ്റ്റ്യൂമും ഇന്നലെ ഇട്ടായാലും കഴിഞ്ഞ വീക്കിലിട്ടായാലും എന്തിന് ഫസ്റ്റ് നമുക്ക് വന്നപ്പോൾ ഇട്ടിരുന്നായാലും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ബിഗ് ബോസിനോട് കൂടി ഒരു കാര്യം പറയാനുണ്ട്. അതായത് എന്താ പറയാ, നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ ഇഷ്ടം എന്താണ്? നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് കുറച്ച് അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല സൂപ്പറായിട്ട് നടക്കുന്നതും നല്ല ഡ്രസ്സ് ധരിക്കുന്നതും അതൊക്കെയല്ലേ നമുക്ക് കാണാൻ ഇഷ്ടം. അപ്പോൾ ഈ ഒരേ വേഷം തന്നെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അത്ര അരോചകമായിട്ട് ഫീൽ ചെയ്തില്ല. എനിക്കെന്തോ എന്റെ ഒപ്പീനിയൻ ആണത്. എനിക്ക് ബിഗ് ബോസ് ഇച്ചിരി അവരോട് ദയ കാണിച്ച് ഇപ്പോ അവർക്ക് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും മാറി കൊടുക്കാനുള്ള ഡ്രസ്സെങ്കിലും കൊടുക്കണം എന്നാണ് എന്റെ ഒരു ഇത്. ഇന്നത്തെ വീഡിയോയുടെ റിവ്യൂയിലേക്ക് പോകാം. അതായത് ആദ്യം വന്ന ഉടനെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അനീഷ് റോസ്റ്റ് ആയിരുന്നത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വന്ന ഉടനെ തന്നെ അനീഷിന് നല്ലത് കിട്ടി. അനീഷ് കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നിട്ട് പോലും ആരോടും അധികം എന്താ പറയാ ആരെയും കിച്ചണിലോട്ട് അടുപ്പിക്കാതെ, അതായത് കിച്ചണിലുള്ള ടീമിലുള്ള ആൾക്കാരെ മാത്രം കിച്ചണിലോട്ട് അടുപ്പിച്ച് വേറെ ആരെയും അങ്ങോട്ട് അടുപ്പിക്കാതെ. പക്ഷെ അത് നല്ലൊരു കാര്യമാണെന്ന് പിന്നീട് പറഞ്ഞു. അടുപ്പിക്കാത്തത് നന്നായി എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും പിന്നെ ഹൈജീനിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ബിന്നിയും അനീഷും തമ്മിൽ ഒരു അടി ഉണ്ടായില്ലേ ഹൈജീനിന്റെ പ്രശ്നം പറഞ്ഞിട്ട്, ചൂലിന്റെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒന്ന് വ്യാഴാഴ്ച എന്തോ ആണ് അതിനെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ഇടയ്ക്ക് വെച്ചിട്ട് ഒനിയലിനെ തെറി വിളിച്ച കാര്യവും സംസാരിച്ചു. ഒരുപാട് ചെറിയ കുട്ടികൾ മുതൽ ഒരുപാട് വലിയ ആൾക്കാർ വരെ കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ ആ ഒരു ഷോയിൽ ഇങ്ങനെ തെറി വിളിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ തുപ്പല് തെറിക്കും, സംസാരിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല, തുപ്പല് തെറിക്കും എന്ന് പറഞ്ഞപ്പോഴാണല്ലോ തെറി വിളിച്ചത്. അപ്പോൾ സംസാരിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞു നമ്മുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ, നമ്മുടെ വീട്ടിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കാറ് എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ട ഉടനെ പറഞ്ഞു വീട്ടിലെ പോലെ അല്ല മോനെ, ഇവിടെ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉണ്ടാക്കുന്ന ഫുഡ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ ആൾക്കാർക്ക് എങ്ങനെ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യാം എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ വീട്ടിലെ പോലെ ആണെന്ന് കരുതേ ചെയ്യരുതെന്ന്. പിന്നെ ഒനിയലിനെ ചീത്ത വിളിച്ചതിനെ പറ്റി പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടായാൽ കർശനമായിട്ടുള്ള നടപടി എടുക്കുമെന്നും പറഞ്ഞു. ഇസയില് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നില്ലേ, അതിനെപ്പറ്റി അവിടെ ഒരു ടോക്ക് ഉണ്ടായില്ല, അതിനെപ്പറ്റിയും സംസാരിച്ചു. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതായത് സ്വന്തമായിട്ട് ഫുഡ് നിങ്ങളുടെ കിച്ചൺ ടീമിൽ ഉണ്ടായിട്ട് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെയുള്ള ഹൗസ് മേറ്റ്സ് തന്നെ പറഞ്ഞു ആ ഉണ്ടാക്കിയ ഫുഡ് ഒറ്റയ്ക്ക് കഴിച്ചില്ല, എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ നെവിൻ മോഷ്ടിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞു ഓക്കെ മോഷ്ടിക്കുന്നത് ചിരിച്ച് അതായത് ഒരു ഫണ്ണി ആയിട്ട് അങ്ങ് കളഞ്ഞു. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടായാൽ, കാരണം എല്ലാവർക്കും വേണ്ടിയുള്ള സാധനമാണ്, അപ്പം ഇനി അങ്ങനെ ഉണ്ടായാൽ കർശനമായിട്ട് നടപടി എടുക്കും എന്ന് പറഞ്ഞു. നെവിൻ ആദ്യം അത് ഇങ്ങനെ നിസ്സാരമായിട്ട് ഓക്കെ ലാലേട്ടൻ പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞെങ്കിലും ലാലേട്ടൻ പറഞ്ഞു അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, കർശനമായിട്ട് നടപടി എടുക്കുന്നു. പക്ഷേ ചോറ് കളഞ്ഞതിനെ പറ്റി പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു വഴക്കുണ്ടായിരുന്നു. അപ്പോൾ അനീഷ് ചോറ് കളഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞത് ചോറ് അടുക്കി പിടിച്ചപ്പോൾ കളയേണ്ടി വന്നു, കളഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ മറ്റുള്ള ഹൗസ് മേറ്റ്സ് പറഞ്ഞു ഇല്ല അത് കളത്തരമാണ്, അങ്ങനെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല, വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞു. എന്താണ് സംഭവം എന്ന് അറിയില്ല. പക്ഷെ അവിടെ അനീഷ് പറഞ്ഞത് അടുക്കി പിടിച്ചു, സ്മെല്ലുണ്ടായി എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കി ജിസയിലും ആര്യനൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ കഴിക്കാന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ അതെടുത്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അക്ബറിന്റെയും രേണുവിന്റെയും ഇഷ്യൂവിനെ പറ്റി ചോദിച്ചു. അത് ഒരുപാട് അക്ബർ ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും രേണു നോ 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 പറഞ്ഞ് അങ്ങനെ പോവായിരുന്നല്ലോ. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു. എന്നിട്ട് അതിന് ഇങ്ങനെ അക്ബർ ഇങ്ങനെ പുറകെ നടന്ന് പാട്ട് പാടി കൊടുക്കുന്നതിനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ആയിട്ട് ബിഗ് ബോസ് ഇറക്കി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്നിട്ട് അപ്പോൾ രേണു ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഓക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കൺവിൻസ് ആയി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞു. പക്ഷേ രേണുവിനോട് ഒരിക്കലും ക്ഷമിക്കരുത് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അതാരാണെന്ന് ലാലേട്ടൻ പറഞ്ഞു. ശാരിക അവിടെ ഇരുന്നിട്ട് രേണുവിനോട് പറഞ്ഞു നീ ഒരിക്കലും ക്ഷമിക്കരുത്, ഞാനാണെങ്കിൽ പോലും ക്ഷമിക്കില്ല എന്ന് ഇടയ്ക്ക് വെച്ചു കഴിഞ്ഞ വീക്കിൽ ഏതൊരു ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലാലേട്ടൻ സംസാരിച്ചു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അനീഷ് അനവസരത്തിൽ ക്യാപ്റ്റൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അതായത് ഷാനവാസിന്റെ സ്ഥാനത്ത് നിന്ന് അനീഷ് ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഷാനവാസിന് പറഞ്ഞു ഷാനവാസിന് ക്യാപ്റ്റൻസി കൊടുത്തെങ്കിലും ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് നിൽക്കും എന്ന് ഷാനവാസിനോട് ഈ അനീഷ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി സംസാരിച്ചു. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. കാരണം ക്യാപ്റ്റനായിട്ട് ഒരാളുണ്ടല്ലോ, അപ്പൊ ക്യാപ്റ്റന്മാർ വേണ്ട എന്ന് പറഞ്ഞു. അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അനീഷ് റോസ്റ്റ് ആയിരുന്നു ഇന്ന് മൊത്തം. അതായത് അനീഷ് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ക്യാപ്റ്റനായിട്ട് ആക്ട് ചെയ്തത്, പിന്നെ കിച്ചണിൽ ചെയ്ത കാര്യങ്ങൾ, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു. കുറെ കാര്യങ്ങൾ ഇങ്ങനെ ലാലേട്ടൻ പറഞ്ഞു. അത് വളരെ നല്ലതായിട്ട് തോന്നി. അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചത് നല്ലതായിട്ട് തോന്നി. കാരണം ഒരുപാട് കാര്യങ്ങൾ അനീഷ് നല്ലതായിട്ടും ചീത്തയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഷാനവാസിന്റെ ക്യാപ്റ്റൻസിയെ പറ്റി ചോദിച്ചാൽ ഭൂരിപക്ഷവും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പ്രേക്ഷകർക്കും ബേസിക്കലി എന്താ പറയാ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഷാനവാസ് നല്ലൊരു ക്യാപ്റ്റനായിട്ട് ആക്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ടായിരുന്നു, എല്ലാം ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആര്യനാണ്. അതിൽ മത്സരിച്ചത് അബി, ജിസേൽ, ആര്യൻ. അതിൽ ആര്യനാണ് കിട്ടിയത്. ആദ്യം അബി പുറത്തായി, പിന്നെ ജിസേൽ, പിന്നെ ആര്യനാണ് കിട്ടിയത്. ഫിക്ഷനിലുള്ള ആൾക്കാരെല്ലാം പിടിച്ചു നിർത്തി ഒരുപാട് ടെൻഷൻ എടുപ്പിച്ചു. ഓരോരുത്തരായിട്ട് ടെൻഷൻ എടുപ്പിച്ച് ഇങ്ങനെ നിർത്തിയിട്ട് പിന്നെ അവസാനം ജിസയിലും ശൈത്യം മാത്രം വന്നപ്പോഴും ഇങ്ങനെ അവസാനം
അവസാനം പിന്നെ ജിസേലിനോട് ഇരിക്കാൻ പറഞ്ഞു. അവസാനം ശൈത്യ പോകും പോവില്ല എന്നുള്ള ഒരു ഇതിൽ വന്നിട്ട് അവസാനം ഇന്ന് എവിക്ഷൻ ഇല്ല എന്നുള്ള ഒരു കാർഡ് എടുത്ത് കാണിച്ചു. പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൻസിക്ക് പകരം ബിൻസി കുറച്ചുകൂടി ശൈത്യക്കാളും ആക്റ്റീവ് ആയിരുന്നു, കുറെ കാര്യങ്ങൾ ഫേക്ക് ആയിട്ട് അല്ലാതെ ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ബിൻസിയെക്കാളും കുറച്ചുകൂടി പോകാൻ യോഗ്യത ഉണ്ടായിരുന്നത് ഈ ശൈത്യക്കായിരുന്നു. കാരണം ശൈത്യ ഒരുപാട് ഫേക്ക് ആയിട്ട് എനിക്ക് തോന്നി. ശൈത്യ തന്നെ അനുവിന്റെ കൂടെ ഭയങ്കര 100% കൊടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് നിന്നിട്ട് അനുവിനെ കുറ്റം പറഞ്ഞിട്ട് ആ മറ്റേ ആണുങ്ങൾ എല്ലാം മൊണ്ണാളാണെന്നുള്ള രീതിക്ക് അനു സംസാരിച്ച ആ ഒരു വീഡിയോ ഇറങ്ങിയ ശേഷം ഈ ശൈത്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ ചെന്ന് പെട്ടുപോയതാണ്, എനിക്കതിന് താല്പര്യമില്ലായിരുന്നു, ഞാൻ ചെന്ന് പെട്ടുപോയതാണ്. അനുവിന്റെ ആ സംസാരത്തിൽ ഞാൻ അനു പറഞ്ഞതിനെ കുറിച്ച് ശ്രദ്ധിച്ചത് പോലും ഇല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. അനു സംസാരിച്ചപ്പോൾ ശൈത്യ നല്ലോണം എൻജോയ് ചെയ്ത് കേട്ടോണ്ടിരുന്നിട്ട് തന്നെയാണ് പിന്നീട് അത് പറഞ്ഞത്. അപ്പോൾ അത് ശൈത്യ ഭയങ്കര ഫേക്ക് ആയിട്ട് എനിക്ക് തോന്നി. അത് കാരണം എനിക്ക് ബിൻസിക്ക് പകരം ഒരു പക്ഷേ ശൈത്യ പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക്. അനു നന്നായിട്ട് ഈ ശൈത്യയെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത്രത്തോളം ഒരു ഇതൊന്നും അനുവിന് തിരിച്ച് ശൈത്യ കൊടുക്കുന്നില്ല, അങ്ങനെ എനിക്ക് തോന്നി. ഞാനിപ്പോ ഒരു അനുവിന്റെ ഫാൻ ഒന്നും അല്ല ഞാൻ, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ നാളെ ഇത് മാറി പറയും, ചിലപ്പോൾ അനു തന്നെ തിരിച്ച് പറയാം. അതുകൊണ്ട് എനിക്ക് നിലവിൽ കണ്ടത് വെച്ചിട്ട് എനിക്ക് അനു നല്ല എന്താണ് പറയാ, അനു നല്ലവണ്ണം ശൈത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രത്തോളം ശൈത്യ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല.